ഹായ് ഹരിച്ചും കുണിച്ചും എപ്പിസോഡ് 3 ഇറങ്ങാൻ പോവാണ്. നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് കൊടുക്കാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡിന്റെ കഥ ഓർമ്മ വരുമല്ലോ. യെസ്. പോയിന്റ് നമ്പർ 1. മഞ്ജുവിന്റെ വീട്ടിൽ ജോലിയുള്ളതാകെ മഞ്ജുവിന് മാത്രമാണ്. മഞ്ജുവിന്റെ അയ്യൻ മണിക്കുട്ടൻ ഒരു മടിയനും ലൈഫിൽ ഒരു പ്ലാനും ഇല്ലാത്തവരാണ്. മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച ശേഷം അവരുടെ അമ്മ വീട് വിറ്റ് മണിക്കുട്ടന്റെ പഠിത്തത്തിനായിട്ട് എറണാകുളത്തേക്ക് വന്നതാണ്. പോയിന്റ് നമ്പർ 2. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള സ്ട്രഗ്ലിംഗ് ബിസിനസ്മാൻ ആണ് ബോബി. അതുകൊണ്ട് തന്നെ ബോബിയുടെ വലിയ പ്ലാൻസ് ഒന്നും ആരും വിശ്വസിക്കാറില്ല. കടമേടിക്കുക, റിസ്ക് എടുക്കുക, റോൾ ചെയ്യുക, അങ്ങനത്തെ ശീലങ്ങളൊന്നും താല്പര്യമില്ലാത്ത അച്ചായും ചേട്ടൻ ബാലും കൂടിയിട്ട് ബോബിനൊന്ന് പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്യും. പോയിന്റ് നമ്പർ 3. ബാങ്കിലുള്ള ഒരേ ഒരു സേവിങ്സ് തീർന്നു പോകുമെന്ന് പേടിച്ച് ആദ്യത്തെ സാലറി വരുമ്പോൾ തന്നെ വീട്ടിലെ എല്ലാ ചെലവും താൻ എടുത്തോളാന്ന് മഞ്ജു ഒരാവശ്യമില്ലാതെ കയറി പ്രോമിസ് ചെയ്യുന്നു. പോയിന്റ് നമ്പർ 4. ബോബിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വീട് ലോണിലാണെന്നും പെട്ടെന്ന് തന്നെ ജപ്തി ആവുമെന്ന് നുണ പറയുന്ന ബാലു. ഇത് വിശ്വസിച്ച് എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം, ഇനി മുതൽ എല്ലാ മാസവും വീട്ടിൽ 10,000 രൂപ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ബിസിനസ് പ്ലാനുമായിട്ട് ടെൻഷൻ അടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ബോബി. പാവം ബോബി. പോയിന്റ് നമ്പർ 5. ആദ്യത്തെ ശമ്പളം വന്ന സന്തോഷത്തിൽ നിൽക്കുന്ന മഞ്ജുവിനോട് മണിക്കുട്ടൻ ആ ബോംബ് പൊട്ടിക്കുന്നു. ബാങ്കിൽ സേവിങ്സ് ആയിട്ട് കിടക്കുന്ന പൈസ എടുത്ത് മണിക്കുട്ടൻ ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കാന്ന് അമ്മ വാക്ക് കൊടുത്തിരിക്കുന്നു. അത് മഞ്ജു അറിയാം. പോയിന്റ് നമ്പർ 6. ദേഷ്യം വരുന്ന മഞ്ജു വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പോലെ നടു റൂട്ടിലിട്ട് മണിക്കൂറിനെ ഓടിച്ചിട്ട് കളിക്കുന്നു. പക്ഷേ കടി കൊള്ളുന്നത് ഒരേപോലത്തെ ടീഷർട്ട് ഇട്ട് ഒരു ബിസിനസ് ഇൻവെസ്റ്ററെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിരുന്ന ബോബിക്കാണ്. വെരി ക്യൂട്ട് മീറ്റ്. പോയിന്റ് നമ്പർ 7. താഴെ വീണ് കിടക്കുന്ന മഞ്ജുവിന്റെ ഡയറി എടുക്കുന്ന ബോബി അതിൽ നിന്ന് നമ്പർ കണ്ടുപിടിച്ച് മഞ്ജുവിനെ വിളിക്കുന്നു. ഡയറി വേണമെങ്കിൽ നേരിട്ട് വരാൻ പറയുന്ന ബോബി. ഡയറി വായിക്കല്ലേ എന്ന് പറയുന്ന മഞ്ജുവിന്റെ അടുത്ത് വായിക്കില്ലെന്ന് വാക്ക് കൊടുക്കുന്ന ബോബി. ബോബി ഡയറി വായിക്കുന്നേ ഇല്ല. പോയിന്റ് നമ്പർ 8. മഞ്ജുവിന്റെ ഡയറി തുറന്നു വായിക്കുന്ന ബോബി തന്റെ പോലെ എല്ലാം പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് മഞ്ജു എന്ന് തെറ്റിദ്ധരിക്കുന്നു. പോയിന്റ് നമ്പർ 9. ബോബി ഇതുവരെയുള്ള തന്റെ ലൈഫ് സ്റ്റോറി മഞ്ജുവിനോട് ഷെയർ ചെയ്തു. സമാധാനമായിട്ട് ജീവിക്കാൻ ഒന്നിൽ കൂടുതൽ ഇൻകം സോഴ്സുകൾ വേണം എന്ന് മഞ്ജുവിനോട് പറയുന്ന ബോബി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് റിച്ച് ഡാഡ് പുവർ ഡാഡ് കൊടുക്കും. ദിവസം ഒരു 5 പേജ് മാത്രം വായിക്കും. Okay. പോയിന്റ് നമ്പർ 10. തന്റെ ഭാവി ബിസിനസ് പാർട്ണർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും മഞ്ജുവിൽ ഉണ്ടെന്ന് കരുതുന്ന ബോബി മഞ്ജുവിനെ ബിസിനസ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു സോങ്ങിലൂടെ ബോബിയും മഞ്ജുവും വളരെ പരിചയമുള്ള ആളുകളായി മാറുന്നു. മഞ്ജു തന്റെ ജീവിതത്തിൽ പൈസയെ പേടിക്കാതെ ജീവിക്കാൻ പഠിക്കുന്നു. പോയിന്റ് നമ്പർ 11. അങ്ങനെ ഇരിക്കെ ബോബി പെട്ടെന്ന് മഞ്ജുവിന്റെ ഒരു 15,000 രൂപ കടം മേടിക്കുന്നു. പോയിന്റ് നമ്പർ 12. ബോബിയുടെ ഇടിയർച്ചി ബിസിനസ്സിൽ പാർട്ണർ ആയിട്ടുള്ള കുട്ടപ്പൻ ചേട്ടന് പോത്തിനെ വെടിവെച്ച കേസിൽ ഫസ്റ്റ് ആയി പൊക്കുന്നു. ബോബിയുടെ ബിസിനസ് പ്ലാൻ എല്ലാം പാളുന്നു. ശുഭം. So stay tuned for the episode 3 of ഹരിച്ചും ഗുണിച്ചും ദിസ് വീക്കെൻഡ്. Thanks for watching. കഴിഞ്ഞില്ലേ? എടാ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടാ മ്യൂസിക് ഒക്കെ കളറിങ് കഴിഞ്ഞാ